കോട്ടയത്ത് നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അതിൻ്റെ കൂടെ ചായയും കുടിച്ച് ചായ നിർബന്ധമാണ്. ചായയും കുടിച്ചായിട്ട് യാത്ര തുടർന്നു. പിന്നെ രാവിലെ 6 മണിക്കായിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞാണ് സ്വാഭാവികം. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് 6:45. അപ്പോൾ അതിൻ്റെ ഒരു ധൃതിയായിട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള റോഡ് ട്രിപ്സൊക്കെ ഇടയ്ക്ക് പോകുമ്പോഴാണ് നമ്മുടെ കേരളത്തിൻ്റെ പച്ചപ്പും ഹരിതാപയും ഭംഗിയും ഊഷ്മളതയൊക്കെ നമുക്ക് ശരിക്കും തന്നെ മനസ്സിലാവുന്നത്. ലിറ്ററലി എന്തൊരു ഭംഗിയാണെന്നറിയും റോഡ് ട്രിപ്പിലൊക്കെ പോകുന്നത്. നമ്മൾ റോഡിന് ചുറ്റുമുള്ള മരങ്ങളും ഭംഗിയൊക്കെ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിർത്തി നമ്മൾ ആ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ട് തന്നെ പോകണം. അങ്ങനെ ഞങ്ങൾ ഉച്ചയായത്തേക്ക് ട്രിവാൻഡ്രം എത്തി. അവിടെ എത്തിക്കായിട്ട് ഏട്ടന് കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. അതിനുശേഷം വീണ്ടും വിശപ്പിൻ്റെ വിളി വന്നു. വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഇത്തവണ കയറിയത് വെജ് ഹോട്ടലിലായി പോയിട്ടോ. ആ വിഷമം മനസ്സിലടക്കി വെച്ചുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ പറഞ്ഞത് മഷ്റൂം ബിരിയാണി ആയിരുന്നു. എവിടെയായാലും നമുക്ക് ബിരിയാണിയാണല്ലോ മുഖ്യം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് നേരം അവിടെ കറങ്ങി, വെറുതെ വണ്ടിയിലിരുന്ന് കറങ്ങി. അപ്പോഴാണ് ആലോചിച്ചത് എന്തായാലും ട്രിവാൻഡ്രം വന്നു, എന്നാൽ ട്രിവാൻഡ്രത്തെ ലുലു കണ്ടേക്കാം. കൊച്ചിയിലെ ലുലു, ട്രിവാൻഡ്രത്ത് ഇവിടുത്തെ ലുലു, എന്നാൽ പിന്നെ അവിടെ പോയേക്കാലെന്ന് വെച്ചാൽ അങ്ങോട്ട് കയറി. എൻ്റെ പൊന്നോ, ഈ ലുലുവിൽ എവിടെ ചെന്നാലും അന്യായ തിരക്കാണ്. എന്താണ് ഇതിന് മാത്രം ഇവിടെ തിരക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് അതിനുള്ള ഉത്തരം ഞാൻ തന്നെ കണ്ടെത്തി. കാരണം ലുലുവിൽ എപ്പോഴും ഓഫേഴ്സ് ഉണ്ടാവും. പിന്നെ ഇപ്പോഴാണെങ്കിൽ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ഓഫേഴ്സും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആയിരുന്നു തിരക്ക്. അവിടെ കറങ്ങി മതിയായത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ യാത്ര അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.